ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന രണ്ട് നല്ല കറികളുടെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ഒഴിച്ചുകറിയും അതുപോലെ തന്നെ മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് തേങ്ങ അരയ്ക്കേണ്ട കഷ്ടപ്പാടൊന്നുമില്ല. വെറും 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറിനാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തിയും നല്ല അടിപൊളി ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അപ്പോൾ നമുക്ക് ഈ രണ്ട് റെസിപ്പീസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് നമ്മുടെ കറികൾ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം ടെറസിൻ്റെ മുകളിൽ നല്ലോണം മാങ്ങ നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഞാനും പൊന്നും കൂടെ പോയിട്ട് നമുക്ക് വേണ്ട മാങ്ങ ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി 2-3 മാങ്ങ പറിച്ചു. അപ്പോൾ കയ്യെത്തും ദൂരത്ത് തന്നെ മാങ്ങ നിൽക്കണോണ്ട് പൊന്നൂന് ഭയങ്കര സന്തോഷമായിരുന്നു മാങ്ങ പറിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട 2-3 മാങ്ങ പറിച്ചെടുത്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പച്ച മാങ്ങയാണ്. അപ്പോൾ ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇനി തോലെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം, കാരണം ജസ്റ്റ് പറിച്ച് വന്നതേ ഉള്ളൂ, അപ്പോൾ അതിൽ ആ ഒരു മാങ്ങയുടെ ആ ഒരു ചോണ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു മീഡിയം പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. വല്ലാണ്ട് പുളിയുള്ളതാണെങ്കിൽ 1 എടുത്താൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ടൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പം ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രഷായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കാൻ നിൽക്കരുത്, ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 6-7 ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും, അതുപോലെ എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളകും അതുപോലെ 2 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിതിലേക്ക് മുളക് പൊടി ഇടുന്നില്ല. ഈ ഒരു പച്ചമുളകും വറ്റൽമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ എരിവ് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്കൊരു 3 വരെ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 നുള്ള് കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ പച്ചമണം മാറി കിട്ടുവോളും. വളരെ കുറച്ച് പൊടികളല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി മാങ്ങ നമുക്കൊന്ന് നന്നായി കുക്കാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടല്ല കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും വെന്തോളും. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം നമുക്കൊരു കപ്പിലേക്ക് ഞാൻ ഒരു 2 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ച് കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താം. ഈ ഒരു തൈരിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തൈരിലേക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ മാതിരി തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. നമ്മൾ തൈരാണ് ഒഴിച്ചുണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയും വെന്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത്, നമുക്ക് ആ ഒരു കടിക്കാനായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തവി വെച്ച് അമർത്തി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മുറിഞ്ഞു വരണം, അത്രേ പാടുള്ളൂ. അല്ലാണ്ട് വല്ലാണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകരുത്, അത് പ്രത്യേകം നോക്കണം. ഇത് മാങ്ങ നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈര് മൊത്തം പിരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉലുവ കടുക് പൊട്ടിക്കുമ്പോൾ ചേർത്തിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൈരും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ ഉപയോഗിക്കുന്നതിലും ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക.
ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതൊരു മാങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പച്ചമാങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മീഡിയം പുളിയുള്ള പച്ചമാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുക്കണ്ട, ഒരു മുറി എടുത്താൽ മതി. ഇനി ആ മാങ്ങ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാണ്ട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ എരിവിനായിട്ട് വറ്റൽമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളക് താല്പര്യമുള്ളവർക്ക് പച്ചമുളകും വറ്റൽമുളകും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 3 വറ്റൽമുളക് മാത്രമാണ് ചേർത്തത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഉള്ളിയുടെയൊക്കെ തന്നെ ഒന്ന് പച്ചമണം ഒന്ന് മാറിക്കിട്ടേ വേണ്ടുള്ളൂ. അപ്പോൾ 1 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വഴന്ന് വന്നോളും. അപ്പോൾ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റാം. അപ്പോൾ തേങ്ങയും നേരത്തെ പറഞ്ഞ മാതിരി നന്നായി മൂത്ത് വരുമൊന്നും വേണ്ട, ആ ജസ്റ്റ് ഒന്ന് ചൂടായി ആ ഒരു പച്ചമണം ഒന്ന് മാറേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരേണ്ട ആ ഒരു സ്റ്റേജ് ആവേണ്ടിയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങ ഇട്ടിട്ട് 1 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് ചൂടായാൽ മതി, വെന്ത് വരേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം ഇതെല്ലാം അടുപ്പിൽ ചുട്ടെടുത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ അടുപ്പില്ലാത്തത് കൊണ്ട് ഞാനിതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു കൂട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കാം. നന്നായി ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ കല്ലിൽ തന്നെ ഇട്ടിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പം ഈ കൂട്ട് മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. വല്ലാണ്ട് അരഞ്ഞും പോകരുത്. ഇതേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അത്യാവശ്യം നല്ല പുളിയും അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെ ആ ഒരു എരിവും എല്ലാം കൂടെ വരുമ്പോൾ ശരിക്കും വേറെ ലെവലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാങ്ങാക്കറിയും കൂടെ ഒന്ന് തുറന്ന് നോക്കി. ഒരു രക്ഷയില്ല, നല്ല പുളി ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. അത്യാവശ്യം ഒന്ന് കുറുകി ആ ഒരു മാങ്ങയുടെ പുളിയും തൈരിൻ്റെ പുളിയും എല്ലാം കൂടെ മിക്സായി ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാങ്ങാക്കറി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കാണ്ട് തൈര് മാത്രം ഒഴിച്ച് നല്ല കിഡിലൻ ടേസ്റ്റിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. തൈര് എടുക്കുമ്പം വല്ലാണ്ട് പുളിയുള്ള തൈര് എടുക്കരുത്, അത് ശ്രദ്ധിക്കണം. കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി പുളിയുണ്ട്. അപ്പോൾ തൈര് എടുക്കുമ്പം ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതുണ്ടല്ലേ, നല്ല കൊഴുത്ത നല്ല ഗ്രേവിയോട് കൂടിയുള്ള മാങ്ങക്കറി തന്നെയാണിത്. അതുപോലെ തന്നെ ചമ്മന്തിയും നല്ല കിഡിലൻ ചമ്മന്തി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മാങ്ങാക്കറിയുടെയും മാങ്ങ ചമ്മന്തിൻ്റെയും ഒക്കെ റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും മാങ്ങ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ പച്ചമാങ്ങ ഈസിലി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിന് പിന്നെ വേറെ കറികളൊന്നും വേണ്ട, ഇതുപോലൊരു മാങ്ങാക്കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അതുപോലെ കഞ്ഞിക്കാണെങ്കിലും ഇതുപോലൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറികൾ തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മാങ്ങാക്കറിയുടെയും മാങ്ങാ ചമ്മന്തിയുടെയും റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.